ഓൾ വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ആമസോൺ പ്രൈമിൽ ഏറ്റവും പുതിയതായിട്ട് റിലീസായിട്ടുള്ള ഒരു ആക്ഷൻ സിനിമയാണ് ദ റെക്കിംഗ് ക്രൂ. ജെയ്സൺ മോമോയും ഡേവിഡ് ബാറ്റിസ്റ്റയാണ് ഈ ഒരു സിനിമയിൽ ലീഡ് ആക്ടേഴ്സ് ആയിട്ട് വരുന്നത്. സോ നിങ്ങൾ സിനിമയുടെ കഥയ്ക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല, പക്ഷെ അതിനകത്ത് അത്യാവശ്യം ആക്ഷനും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അത്തരം സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു തവണ കാണാവുന്ന ഒരു സിനിമയാണ് ദ റെക്കിംഗ് ക്രൂ. അല്ലാത്തവർ ഇപ്പോൾ സിനിമയിലെ കഥയ്ക്കും ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു നിരാശയായിരിക്കും, വെറുതെ ജസ്റ്റ് വേസ്റ്റ് ഓഫ് ടൈം ആയിരിക്കും ഈ ഒരു സിനിമ. സോ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു സിനിമ സ്കിപ്പ് ചെയ്യാം. സോ ഈ ഒരു സിനിമയുടെ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജെയ്സൺ മോമോയും ഡേവിഡ് ബാറ്റിസ്റ്റയും ഹാഫ് ബ്രദേഴ്സ് ആണ്. രണ്ടുപേരും 20 വർഷമായിട്ട് തമ്മിൽ കണ്ടിട്ടൊന്നുമില്ല. സോ ഡേവിഡ് ബാറ്റിസ്റ്റ ആണെങ്കിൽ നേവിയിൽ ഒരു ക്യാപ്റ്റനാണ്. പുള്ളി നല്ല രീതിയിൽ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് നല്ലൊരു ജീവിതം നയിച്ചു വരുന്ന ഒരാളാണ്. ഓൺ ദി അതർ ഹാൻഡ് ജെയ്സൺ മോമോ ആണെങ്കിൽ ഒരു പോലീസുകാരനാണ്, പക്ഷെ വെള്ളമൊക്കെ അടിച്ച് ഭയങ്കര ഒരു അലമ്പായിട്ട് നടക്കുന്ന ഒരു പോലീസുകാരനാണ് പുള്ളി. സോ ഇവരുടെ രണ്ടുപേരുടെ അച്ഛൻ ഒരു ദിവസം മരണപ്പെടും. തുടർന്ന് ഇവർ രണ്ടുപേരും 20 വർഷങ്ങൾക്ക് ശേഷം പുള്ളിയുടെ മരണത്തിന്റെ ആ ഒരു ചടങ്ങുകളിലൊക്കെ വെച്ച് കണ്ടുമുട്ടുന്നു. ഒരാളുടെ രീതിയിലുള്ള അന്വേഷണവും മറ്റൊരാളുടെ രീതിയിലുള്ള അന്വേഷണവും, അവരുടെ അച്ഛൻ എന്ത് സംഭവിച്ചെന്നുള്ളത് അറിയാൻ വേണ്ടിയുള്ള ഒരു അന്വേഷണം നടത്തുന്നു. ശേഷം രണ്ടുപേരും ഒരുമിച്ച് അന്വേഷിച്ച് വലിയ ക്രൈമും കാര്യങ്ങളും ഒക്കെ ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളതെല്ലാം കണ്ടുപിടിക്കുന്ന ഒരു സ്ഥിരം ടെംപ്ലേറ്റ് സിനിമയാണ് ഇത് റെക്കിംഗ് ക്രൂ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയുടെ കഥയ്ക്കുള്ളത്. ഈ ഒരു സിനിമയുടെ ഏറ്റവും ഒരു പോസിറ്റീവായിട്ട് തോന്നിയ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഈ രണ്ട് ആക്ടേഴ്സിന്റെയും ഒരു എനർജി. ആ രണ്ട് ക്യാരക്ടേഴ്സ് അവർ നല്ല എനർജി, നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് രണ്ടുപേരും ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് 2-3 ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അതാണ് നമുക്ക് ഈ ഒരു സിനിമയിലെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ള സാധനം. ആ ഫൈറ്റ് സീൻസ് എല്ലാം നന്നായിട്ട് ചെയ്തിരുന്നു. എസ്പെഷ്യലി ജെയ്സൺ മോമോന്റെ എൻട്രി കഴിഞ്ഞിട്ട് പുള്ളിയുടെ വീട്ടിൽ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. അതായിരുന്നു എനിക്ക് ഈ സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫൈറ്റ് സീൻ. പിന്നെ ഇതിന്റെ കഥ നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഒരു ടെംപ്ലേറ്റ് കഥയാണ്. പക്ഷെ നമുക്ക് സിനിമ കാണുന്ന സമയത്ത് 2 മണിക്കൂറാണ് സിനിമയുടെ ഡ്യൂറേഷൻ. നമുക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ലാഗോ അങ്ങനെയൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ എന്തോ ഒരു മിസ്സിങ് പോലെ നമുക്ക് തോന്നും. ഇതൊരു ഫ്ലാറ്റ് ആയിട്ടാണ് സിനിമ പോകുന്നത്, അല്ലാതെ വലിയ ഹൈ മൂവ്മെന്റ്സ് അങ്ങനെയൊന്നും കിട്ടുന്ന ഒരു സംഭവം ഈ സിനിമയ്ക്കകത്തില്ല. ട്വിസ്റ്റൊക്കെ ഭയങ്കര സ്ഥിരം സെറ്റപ്പിലുള്ള ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു സിനിമയുടെ കഥ മെയിൻലി നടക്കുന്ന ഹവായി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സോ അവിടുത്തെ ലാൻഡ്സ്കേപ്പ്, അവിടുത്തെ മ്യൂസിക്, അവിടുത്തെ കൾച്ചർ, അതെല്ലാം ഈ ഒരു സിനിമയിൽ അവർ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്, നിങ്ങൾ ഇപ്പം കഥയ്ക്കൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുത്ത് കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഭയങ്കര ഒരു ഡിസപ്പോയിൻമെന്റ് ആയിരിക്കും കണ്ടു കഴിയുമ്പോൾ. നിങ്ങൾ വെറുതെ സമയം വേസ്റ്റ് ആക്കും. അല്ലാതെ എനിക്ക് സിനിമയുടെ കഥയിലൊന്നും വലിയ ഇതില്ല, എനിക്ക് ആക്ഷനുള്ള സിനിമയൊക്കെ ഇഷ്ടമാണ്, അങ്ങനെ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു തവണയൊക്കെ തീർച്ചയായിട്ടും കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ് ദ റെക്കിംഗ് ക്രൂ. പിന്നെ ഈ ഒരു സിനിമ ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമാറ്റോഗ്രഫി, എഡിറ്റിങ്ങും ഒക്കെ അത്യാവശ്യം തരക്കേടില്ലായിരുന്നു. സിനിമയുടെ ഓപ്പണിങ്ങിൽ ഒരു സിംഗിൾ ഷോട്ട് പരിപാടിയൊക്കെ അവർ ചെയ്തിട്ടുണ്ട്, അത് കൊള്ളായിരുന്നു. പിന്നെ ഇതിന്റെ വി എഫ് എക്സ് ചില സ്ഥലങ്ങളിൽ ഒരു ഡീസന്റ് VFX ആണെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഭയങ്കര ഒരു ഒട്ടും പൈസ മുടക്കാതെ എടുത്തൊരു പടത്തിന്റെ ഒരു ഫീലുള്ള ഒരു VFX ഒക്കെ ആയിരുന്നു ചില ഭാഗങ്ങളിൽ നമുക്ക് തോന്നിയത്. സോ ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ സ്ട്രീം ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്ഷൻ ഒക്കെ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരാൾ കാണാനാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു തവണ കാണാം. അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്ന ഒരു സിനിമയാണ് ദ റെക്കിംഗ് ക്രൂ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യുക.